ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോണത് ബോട്ടിൽ ആർട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്കോളിൻ്റെ ചെറിയ ഒരു ബോട്ടിലും അതുപോലെ തന്നെ ബ്ലാക്ക് ക്ലേയുമാണ്. അതിൻ്റെ ഫസ്റ്റിലെ അതിൻ്റെ ടോപ്പിൽ ഒരു ഹെഡ് പോർഷനും അതുപോലെ തന്നെ ബോഡി ഷേപ്പുമാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ ആ ബോട്ടിൽ കവർ ചെയ്യത്തക്ക വിധത്തിലാണ് ആ ഒരു ബോഡി ഷേപ്പ്. ഇനി അത് പതുക്കെ നമ്മുടെ ഇപ്പം ഇത് ബ്ലാക്ക് ക്ലേ എല്ലാ കടകളിലും കിട്ടുന്നതാണ്. ഈ ഫാൻസി സെൻറ്ററിലും അതുപോലെ ബുക്ക് സ്റ്റോളുകളിലും ചോദിച്ചാൽ മതി. ഒറ്റ കളറിലെ ക്ലേ ആണ്. ഇതിപ്പം നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ മറ്റോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാതെ തന്നെ നമുക്കത് പ്രസ് ചെയ്ത് നല്ലതുപോലെ മെഴുകിയെടുത്താൽ മതി. ഇവിടെ ഇപ്പം ഞാൻ ബ്രഷ് യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് ചെറിയ ഭാഗങ്ങളിൽ ചെറുതായിട്ട് ഈ ബ്രഷ് വെച്ച് ചെറുതായിട്ട് 2-3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് ഉരുട്ടി അത് റെഡിയാക്കുകയാണെങ്കിൽ അവിടെ അത്രയും അങ്ങ് നല്ല രീതിയിൽ മെഴുകി എടുക്കാൻ പറ്റും. ആ ഷേപ്പ് അനുസരിച്ച് വെച്ച് അതിനെ പതുക്കെ നമ്മൾ ഇതിപ്പം നമുക്ക് കൈ വെച്ച് 2-3-4 പ്രാവശ്യം ഒരേ സ്ഥലത്ത് തന്നെ ചെറുതായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അത്. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ ആ ഒരു ഐ പോർഷന് വേണ്ടിയിട്ട് ആ ഒരു ബ്രഷ് വെച്ച് ഞാൻ ചെറുതായിട്ട് ആ കുഴിഞ്ഞ ഭാഗം ആക്കത്തക്ക വിധത്തിൽ കുഴിച്ച് അത് ചെറുതായിട്ടൊന്ന് 2 സൈഡിലും ചെറുതായിട്ടൊന്ന് മെഴുകി അങ്ങ് ചേർത്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ബ്രഷ് വെച്ചും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കൈവച്ചും ചെറിയ പ്രസ്സിങ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ മെഴുകിയെടുത്ത് കഴിഞ്ഞ് ഇനി ആ ഒരു നോസിന് വേണ്ടിയിട്ട് മൂക്കിന് വേണ്ടിയിട്ട് ചെറിയൊരു നമ്മളെല്ലാം പാർട്ട് ബൈ പാർട്ടായിട്ട് അതിലെടുത്ത് വെച്ച് അത് ഫിറ്റ് ചെയ്ത് കൈ വെച്ച് മെഴുകി ചേർത്താൽ മാത്രം മതി. ആ ഒരു മെഴുകുന്ന നമ്മുടെ ഒരു കൈയിലാണ് ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ഒരു ഘടന നമ്മൾ ചെയ്തെടുക്കാനുള്ളത്. അത് വളരെ സാവകാശം ഈ ആ മൂക്ക് ഇനി അത് വെച്ച് അത് നല്ലതുപോലെ 2 സൈഡിലും മെഴുകി ഇനി ആ ഒരു ഏറ്റവും താഴത്തെ ടോപ്പിൽ നമുക്ക് എത്ര വേണോ അത്ര വെച്ച് കട്ട് ചെയ്ത് ആ ഒരു ബ്രഷ് വെച്ച് കട്ട് ചെയ്ത് മെഴുകി അങ്ങ് ചേർത്തിരിക്കുകയാണ്. ഇനിയെന്ന് വെച്ചാൽ ആ മൂക്കിന് ചെറിയ 2 ഹോളിന് വേണ്ടിയിട്ട് ഞാനിവിടെ പെൻ 2 സൈഡിൽ ചെറിയൊരു പ്രസ് കൊടുക്കുമ്പോൾ ആ ഒരു ഹോളാകുമ്പോഴത്തേക്ക് ആ മൂക്ക് ചെറുതായിട്ടൊന്ന് വിടർന്ന് വരത്തക്ക വിധത്തിലായിക്കൊള്ളും. ഇനി ആ ഒരു ചുണ്ടിനാണ് ഇനി ആ ചെറുതായിട്ട് ആ ബാലൻസ് എല്ലാം ആ ഒരു ബ്രഷ് കൊണ്ട് ഞാനത് മെഴുകി ചേർത്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ഒന്ന് ശ്രദ്ധിച്ച് എളുപ്പത്തിൽ അത് നമുക്ക് മെഴുകി ചേർക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയമെടുക്കും അത് ഒന്ന് മെഴുകി മയപ്പെടുത്തി എടുക്കാനായിട്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡും അതേപോലെ തന്നെയാണ്. നമ്മൾ ഈ കാണിക്കുന്ന കണക്ക് കൈവച്ചൊരു 2-3-4 പ്രാവശ്യം നല്ല രീതിയിൽ അത് മെഴുകിയെടുത്താൽ അത് നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് തന്നെ വരും. അത് നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കും. ഇനി ഒരു ഹാൻഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ വയർ 2 സൈഡിലായിട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഹാൻഡ് പോർഷന് വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ ആ ചുണ്ടിൻ്റെ പോർഷന് ചെറിയൊരു ക്ലേ എടുത്ത് വെച്ച് അതിൻ്റെ സെൻറ്ററിൽ ഇപ്പം ഞാനിവിടെ സിസർ വെച്ച് ഒരു കട്ട് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് സെൻറ്ററിലൊരു കട്ട് കൊടുത്തതിന് ശേഷം മുകളിലത്തെയും ഏറ്റവും താഴത്തെ പോർഷനും ആക്കി വെച്ച് അത് ചെറുതായിട്ട് ഇപ്പം ബ്രഷും അതുപോലെ തന്നെ ഹാൻഡും യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മെഴുകിയിരിക്കുകയാണ്. അത് 2 ചിക്സും അതുപോലെ ഈ താടിക്കും വേണ്ടിയിട്ട് ചെറിയ ഒരു ക്ലേ ഈ 3 പോർഷനിലുമായിട്ട് എടുത്ത് വെച്ച് അത് മെഴുകി ചേർത്തിരിക്കുകയാണ്. അത് കൈ വെച്ച് ചെറിയ സോഫ്റ്റായിട്ട് മെഴുകിയാൽ മാത്രം മതി. 2 കവിളും അതുപോലെ തന്നെ ആ താടി ഭാഗവും നമ്മൾ അതുപോലെ സോഫ്റ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് മെഴുകിയെടുത്ത് ഇതുപോലെ ആ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് അതിൻ്റെ ഒരു ഡ്രസ്സിങ് മോഡ് അതും ഇതുപോലെ ചെയ്ത് അതിൻ്റെ ഏറ്റവും അടിഭാഗം അത് ചെറിയൊരു പേപ്പർ കട്ടിങ് വെച്ച് ഞാനതങ്ങ് അത് ഒട്ടിച്ച് പേസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് ആ ഒരു ചെവി ഭാഗവും നമ്മൾ എടുത്ത് വെച്ച് അത് മെഴുകി ചേർത്തിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഒരു ഹാറ്റും അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മളൊരു ചെറിയൊരു ഉരുള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കെച്ച് പെന്നോ എന്തെങ്കിലും വെച്ച് ഉരുട്ടി അതാണ് ആ ഒരു
ഹാറ്റിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത ഹെഡിൽ വെച്ച്, അതുപോലെ തന്നെ ആ ഹെയറും കുറച്ച് ക്ലേ എടുത്ത് വെച്ച് അതും ചെറുതായിട്ട് ലൈനിങ് കൊടുത്ത ആ ഒരു ഹെയറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് കളറിങ് ഇത് അക്ലിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം മനോഹരമായിട്ട് ഇനി ആ ഒരു ചെറിയൊരു ബൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. അതിന് വേണ്ടിയിട്ട് വളരെ ചെറിയ 3 റോസ് ഫ്ലവേഴ്സാണ്. അതിന് ചെറിയൊരു ഗോൾഡൻ ടച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ റോസ് ഫ്ലവർ നമ്മൾ മറ്റേ വലിയ റോസ് ഫ്ലവർ ചെയ്യുന്നതാണെങ്കിൽ ചുരുട്ടിയെടുത്ത് അത് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ലീവ്സും കൊടുത്ത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഗോൾഡൻ ചെയിൻ കൊണ്ട് ചെറിയൊരു മാലയൊക്കെ കൊടുത്ത് നമുക്കിതുപോലെ ഇതിൽ മനോഹരമായിട്ട്